ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വലിയ വില മുടക്കിയിട്ട് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വലിയ വില മുടക്കിയിട്ട് ദൈവം നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു. നാം എല്ലാവരും വില കൊടുത്ത് ചിലത് സ്വന്തമാക്കുന്നവരാണ്. വില കൊടുക്കാതെ ഈ ഭൂമിയിൽ എന്തെങ്കിലും ലഭിക്കുമോ? ഉപ്പ് മേടിക്കണമെങ്കിൽ പോലും വില കൊടുക്കണം. വില കൊടുക്കാതെ നമുക്കിവിടെ ഒന്നും ലഭിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നാം എന്തിനെങ്കിലും വില മുടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം മുന്നിൽ കാണാതെ നാം വില മുടക്കാറില്ലല്ലോ. അതെ, വിലയുണ്ടെന്നറിഞ്ഞിട്ട് തന്നെയാണ് നാമും വില മുടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദൈവം നമ്മെ വില കൊടുത്ത് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതൊരു വലിയ അറിവാണ്. ഇന്ന് പകൽ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ദൈവം നമ്മെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. ദൈവം നമ്മെ സ്വന്തമാക്കുവാൻ കൊടുത്ത വില. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മെ സ്വന്തമാക്കുവാൻ ദൈവം കൊടുത്ത വില തൻ്റെ പുത്രൻ്റെ ചങ്കിലെ രക്തമാണ്. നിങ്ങൾ വില കുറഞ്ഞവരാണെന്ന് ആരാണ് പറഞ്ഞത്? ആരാണ് നിങ്ങളെ അവഗണിച്ചത്? ആരാണ് നിങ്ങളെ മാറ്റി നിർത്തിയത്? നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ വില അറിഞ്ഞവൻ നിങ്ങൾക്ക് വേണ്ടി മുടക്കിയത് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തമാണ്. വിലയറിഞ്ഞവന് മാത്രമേ വില മുടക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വലിയ വിലയാണ് കൊടുത്തത്. തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മെ ഏവരെയും സ്വന്തമാക്കുവാൻ, പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാപം യേശുവിൻ്റെ മേൽ ചുമത്തി പാപത്തിൻ്റെ ശമ്പളമായ മരണം നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മെ സ്വന്തമാക്കുവാൻ പിതാവായ ദൈവം അത് പുത്രൻ്റെ മേൽ ചുമത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഈ അറിവ് ഇന്ന് പകൽ നിങ്ങളിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാകണം. നിങ്ങൾ വില കൊടുത്തു വാങ്ങിയതിൽ ഇന്നുവരെയും നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നടന്നിട്ടുള്ളതെങ്കിൽ, നിങ്ങളെ വില കൊടുത്തു വാങ്ങിയ ദൈവത്തിന്
നിങ്ങളെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്. നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടമല്ല, പിശാചിൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നാം സമർപ്പിക്കേണ്ടത്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞൊരു വചനമുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട് ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞ് യേശുവിന് ആഹാരം കൊടുക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരാഹാരം എനിക്ക് കഴിക്കാനുണ്ട്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്വന്തമാക്കിയെങ്കിൽ ഇന്ന് പകൽ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറട്ടെ. അപ്പോൾ മാത്രമേ വില കൊടുത്തവന് സന്തോഷമുണ്ടാകത്തുള്ളൂ. നീ ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം നിന്നിൽ നിറവേറപ്പെടുന്നത് കാണുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. ദൈവത്തിന് മുൻപിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.